പച്ചക്ക് തിന്നല് മാത്രല്ല വീട്ടേക്കിന് വിദ്യയിലാണ് പഠിക്കുന്നത്. അപ്പൊ നമ്മുടെ അച്ഛറിൽ നിൽക്കണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. പിന്നെ ഉണ്ടല്ലോ, എന്റെ ചാനൽ കണ്ട് ഇഷ്ടമാണെങ്കിൽ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്തോളൂ, അതേപോലെ ഷെയർ ചെയ്തോളൂ, നെഗറ്റീവായാലും പോസിറ്റീവായാലും കമന്റ് ചെയ്തോളൂ കേട്ടോ. അപ്പൊ നമുക്ക് പോവാം. ഇപ്പൊ അമ്മയ്ക്കുണ്ടല്ലോ പണ്ടത്തെ പോലെയല്ല, അമ്മ ഒന്നും കൂടി ഓർമ്മകള് പോയിക്കൊണ്ടിരിക്കുകയാണ് അമ്മയ്ക്ക്. ഇപ്പൊ തീരൊന്നും അറിയണില്ല. ഭക്ഷണമൊക്കെ നമ്മള് വായല് ഞാൻ വെക്കണ പോലെ കാണിക്കും. അപ്പൊ അമ്മയുടെ ഭക്ഷണം പതുക്കെ വായിൽ വെക്കും. നമ്മള് വായിൽ വെച്ചു കൊടുക്കുന്നതൊന്നും ഇഷ്ടമല്ല കേട്ടാ. അപ്പൊ അത് കാരണം ഭക്ഷണ കാര്യങ്ങളൊക്കെ ഇപ്പൊ അമ്മയ്ക്ക് കുറവാ. നമ്മൾ എന്തേലും പറയുമ്പോൾ കണ്ടെങ്കിലും നോക്കിയിരിക്കും, എന്താ പറയണേന്ന് നിങ്ങളല്ല അറിയാത്ത പോലെയല്ല അമ്മ സാരില്ല കേട്ടാ. അപ്പൊ അമ്മയാണെങ്കിൽ ഇപ്പൊ ചേട്ടന്മാരുടെ വീട്ടിലായിരുന്നു കുറച്ച് ദിവസമായിട്ട്. ഇപ്പൊ ഇന്നലെയാണ് അമ്മ എന്റെ അടുത്തേക്ക് എത്തിയിട്ടുള്ളത്. അമ്മേ എന്തേ ആവോ, കണ്ട ഒന്നും അറിയില്ല എന്ത് ആവോ. അപ്പൊ അങ്ങനെയാണ് അമ്മ വീണ്ടും അല്ലേ അമ്മേ? വിഷമിക്കണ്ട കേട്ടാ, എല്ലാം ശരിയും. ഭയങ്കര ആലോചന, എപ്പോഴും ഇങ്ങനെ ആലോചിച്ചിരിക്കും അമ്മ. അമ്മ എനിക്ക് രൂപം തരും, രൂപം തന്നെ. ഞാൻ അമ്മയ്ക്ക് രൂപം തരട്ടെ? എനിക്കുണ്ടല്ലോ നമ്മുടെ അനിയത്തി തന്നതാ ഒരു കഷ്ണം ചക്ക. അവളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാട്ടാ. അപ്പൊ ഇത് കിട്ടിയപ്പോ എനിക്ക് തോന്നി, എന്താ പറയാ, ചക്ക ഈ വട്ടം കഴിച്ചിട്ടില്ല. അപ്പൊ പിന്നെ വേറെ ഒരു കഴിച്ച് ചെയ്യാൻ നിക്കണില്ല. വേഗം ചക്ക നന്നാക്കി അത് കഴിച്ചതിന് ശേഷമാണ് ഇന്ന് ഞാൻ വേറെ നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ഇറങ്ങുള്ളൂ. ഈ വട്ടം ആരെങ്കിലും ചക്ക നേരത്തെ കഴിച്ചിട്ടുണ്ടാ? അപ്പൊ ഞാനാണ് ആവുക നമ്മുടെ ഇതില് ഫസ്റ്റ് ചക്ക കഴിക്കണേ. ചക്ക കിട്ടിയ കൊതിയിലേ പെട്ടെന്ന് വെട്ടിപ്പോയി. അപ്പൊ കയ്യുമ്പോ നമ്മുടെ ചക്കമുളക് ഞാൻ പിടിച്ചപ്പോഴാണ് വെളിച്ചെണ്ണ പുരട്ടിയിട്ടില്ല എന്നുള്ള കാര്യം തന്നെ ഓർമ്മ വന്നത്. അധികം മൂത്തിട്ടില്ല കേട്ടാ, ചള്ളി ചക്കയാ. അത് കാരണം നമുക്ക് ഇതിന്റെ കുരു അയ്യാലുണ്ടല്ലോ കഴിക്കുമ്പോ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഈ മാങ്ങയൊക്കെ കിട്ടുകയാണെങ്കിൽ ചക്കക്കുരു മാങ്ങയൊക്കെ കൂടി വെക്കുമ്പോഴേ ഭയങ്കര രസമുള്ളൊരു കറിയാ. അത് കാരണം ഞാൻ കുരു കളയണില്ല, കുരൊക്കെ ഞാൻ നീക്കി വെക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇതേ നോക്കിയ ചക്ക നന്നായി കഴുകിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതിലേക്ക് ഇപ്പൊ ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടാ. ഇനി അതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്, ഞാൻ ഒരു ഗ്ലാസ് വെള്ളമാണ് നമ്മുടെ ചക്ക വേവാനുള്ളത്. എന്നിട്ട് ഒരു കയ്യിലോട്ട് പതുക്കെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഞാനിതാ മൂടി വെച്ചിട്ടുണ്ട്. തീ കത്തിച്ചു. ഇനിയിപ്പോ നമുക്ക് ചക്ക വേവിച്ചിട്ട് നമ്മുടെ ചക്ക അവിടെ ഇരുന്ന് വേവിക്കുന്നുണ്ടല്ലോ, നമ്മള് ഈ ചക്കക്കുരു നമ്മള് കളയില്ല, നമ്മള് വീട്ടാവശ്യത്തിലേക്ക് ഉപയോഗിക്കൂട്ടാ. അപ്പൊ അതിന്റെ പോളയും അതേപോലെ നമ്മുടെ ഈ ചവണിയും കാര്യങ്ങളൊക്കെ നമ്മുടെ കോഴികൾ കഴിക്കും. അതായത് ഒരു ചക്ക കിട്ടി കഴിഞ്ഞാൽ നമ്മളും കോഴികളായിട്ട് ബാക്കി ചക്കയുടെ വരിക എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഈ ഒരു ഇത് മാത്രമാണ് നമ്മള് പുറത്തേക്ക്. അതും ചെയ്യുമ്പോൾ നമ്മുടെ പച്ചക്കറികൾക്ക് അത് വളമായി മാറും കേട്ടോ. ബാക്കി ഇതെല്ലാം ഞാൻ വെട്ടി നുറുക്കി നമ്മുടെ കോഴികൾക്ക് ഇട്ട് കൊടുക്കും. അപ്പൊ അതായത് നമ്മുടെ വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോഴികള് നമ്മൾ കഴിക്കുന്നത് എല്ലാതും കഴിക്കും. ഇപ്പൊ ഒരു വാഴ വെട്ടിയാലും നമുക്കറിയാം, നമ്മൾ വാഴപ്പിണ്ടി അവർക്ക് വാഴപ്പിണ്ടി കൊടുക്കും, അതേപോലെ വാഴക്കോള അവർക്ക് ഇതേപോലെ വെട്ടി നോക്കിയിട്ട് കൊടുക്കുമ്പോ അത് അവര് കഴിക്കും. ഇപ്പൊ ചക്കയിലും കണ്ടില്ലേ, എല്ലാതും കഴിക്കാൻ അവർ റെഡിയാ.
അപ്പൊ ഇതാ നമ്മുടെ ചക്ക കൂട്ടാൻ വെന്തിട്ടുണ്ട് കേട്ടാ. ഇതേ അധികം ഉടയാത്ത ചക്കയാണ്. അപ്പൊ ഇതിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ ഊറ്റി കളയും കേട്ടാ. കുറച്ച് ഉള്ളിയും അതേപോലെ വെളുത്തുള്ളിയും വേപ്പിലൊക്കെ കൂടിയിട്ടാണ് നമ്മൾ ചതച്ചെടുക്കണേ. അപ്പൊ നമ്മുടെ ചീനിച്ചട്ടി ചൂടായപ്പോൾ ഞാൻ അതിലേക്ക് ഇതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 3-4 ടീസ്പൂണിന്റെ അവിടേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ വേപ്പിലേക്ക് ഇട്ട് കൊടുക്കാണ്. പിന്നെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 2 ടീസ്പൂൺ കുത്തിപ്പൊടി മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് നമുക്ക് എല്ലാതും ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പൊ നോക്കിയാൽ നമ്മുടെ ഉള്ളി മുളകൊക്കെ ഇതേപോലെയാണ് നമ്മൾ മൂപ്പിച്ചെടുത്ത് നോക്കണം. ഇതിലേക്ക് നമ്മുടെ ചക്ക കൂട്ടാൻ ഇട്ട് കൊടുക്കണം. ഈ ചക്കക്കൂട്ടൻ കാണുന്നതിനെ കൊതിയാവുണ്ടല്ലേ. നമുക്ക് ഈ വർഷം ഞാൻ പറഞ്ഞല്ലോ ചക്കക്കൂട്ടാൻ കഴിച്ചിട്ടില്ല, അതാണ് മൂക്കാത്ത ചക്കയായാലും അതിന് പ്രത്യേക ടേസ്റ്റ് കൂടുതലായിട്ടാ ഇങ്ങനെ വെക്കുന്ന ഒരു ചക്കയ്ക്ക്. അങ്ങനെ ചക്കക്കൂട്ടാനൊക്കെ റെഡിയായി തീ ഓഫ് ചെയ്ത് നമ്മൾ എന്തായാലും നമുക്ക് കുറച്ച് കഴിക്കാനായിട്ട് ഞാൻ എടുക്കട്ടെ കേട്ടാ. മോനായാലും ഭയങ്കര ഇഷ്ടമാണ്, അപ്പൊ അവനെന്നെ ഞാൻ കൊണ്ടുപോയി കൊടുക്കട്ടെ. അപ്പോൾ ചക്ക കൂട്ടാനൊക്കെ വെച്ച് ഞാൻ ചേട്ടന് കൊടുത്തുവിട്ടെ. ഞാനും ചേട്ടനൊക്കെ ഒരുമിച്ച് തന്നെയാണ് കഴിച്ചത്. ഇനിയിപ്പോൾ ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുക്കമ്പറിന് കവർ ഇടാറായിട്ടുണ്ട്. അപ്പോൾ അതിന് ഞാൻ കാണിച്ചു തരാം നമ്മളവിടെ കുക്കമ്പറൊക്കെ ഉണ്ടായി നിൽക്കുന്നത്. ഇതാണ് നമ്മുടെ കുക്കമ്പർ. അപ്പം ഞാൻ മുന്നേ കവറിട്ട് നിർത്തിയിട്ടുള്ള കുറച്ച് കുക്കമ്പറിനെ കാണിച്ചു തരാം കേട്ടോ. താഴെ തന്നെ ഉണ്ടായിട്ടുണ്ട്, അത് ആദ്യം കാണിക്കാം. നമ്മള് വിലക്ക് എന്താ പറയാ പ്രാണികളൊക്കെ വന്ന് കുത്താണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ഇതാവുമ്പോ തന്നെ നമ്മൾ ഇവർക്ക് കവറിട്ട് കൊടുക്കും. ഈ കുക്കമ്പർ ഇത്തിരി നന്നായി മൂത്തിട്ടുണ്ട്. അപ്പൊ നോക്കി നമ്മുടെ വെള്ളരിയുടെ പോലെ ചെറിയൊരു മഞ്ഞ കളറൊക്കെ വന്ന് നോക്കണതില്. അപ്പൊ കുക്കമ്പർ നമുക്ക് പച്ചക്ക് തിന്നില് മാത്രല്ല നമുക്ക് പരിപ്പിലൊക്കെ ഇട്ട് വെക്കാട്ടാ. അപ്പൊ ഞാനിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഇത്രയും മൂത്തിട്ടുള്ളത് വെക്കും, അങ്ങനെ സാമ്പാറിലേക്കാ അങ്ങനെയൊക്കെ ആയിട്ടാണ് ഉപയോഗിക്കുക. പിന്നെ ഇതിന് മുകളിൽ നോക്കിയാ ഭയങ്കര കനാട്ട കുക്കമ്പർ, നല്ല വെയിറ്റ് ഉണ്ട്. കണ്ട, ഇതൊക്കെ നമുക്ക് ഇപ്പൊ പൊട്ടിക്കേണ്ട ഒരു പാകമായിട്ടുണ്ട്. ചെറുതുകളൊക്കെ നിറച്ചിട്ടാ കണ്ട. ഇവർക്കൊക്കെ ഞാൻ കവറിടാനായിട്ട് വിചാരിച്ചോടാ. കണ്ട ഈ ഒരു ടൈമിൽ തന്നെ നമ്മൾ കവറിട്ട് കൊടുക്കും. നല്ല നീളം ഉണ്ട് കേട്ടോ നമ്മുടെ കുക്കമ്പർ. ഇതേപോലെ തന്നെ ഇതിന്റെ ഇടയിലുണ്ട് ഈ ഇലകൾ കൂടുതൽ നിൽക്കണ കാരണം നമുക്ക് കാണാൻ പറ്റാത്ത. ഞാൻ ഈ ഇല മാറ്റിയിട്ട് കാണിച്ചു തരാം. ഇപ്പുറത്തേക്ക് നോക്കിയ ഒരാള് കണ്ടോ. അങ്ങനെ നന്നായിട്ട് കുക്കമ്പർ നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ഞാൻ കവറിലിട്ടെ. ഓരോ തണ്ടിലും ഉണ്ടായിക്കൊണ്ടേയിരിക്കൂട്ടെ കുക്കമ്പർ. ഇപ്പൊ ഇവിടെ ഒക്കെ നോക്കി നമുക്കത് മനസ്സിലാവുമല്ലേ. നമ്മളിങ്ങനെ നീളത്തില് അവര് ഫോണേനനുസരിച്ച് ഓരോ കയറുകൾ കെട്ടി മതിലേക്ക് കൊടുത്തിരിക്കുകയാണ്. അത്യാവശ്യം നമ്മള് എന്താ പറയാ പന്തലിടുമ്പോ കൊറേ സ്ഥലം വേണം. പക്ഷെ ഇങ്ങനെ ആകുമ്പോ അങ്ങനെ വേണ്ട. ഇവരുടെ വള്ളി എവിടേക്കാണോ പടരണേ ആ ഭാഗത്തേക്ക് നമ്മൾ കയറിട്ട് ഇങ്ങനെ വലിച്ചിട്ട് കൊടുക്കും.
അപ്പൊ കീടങ്ങൾ അധികം വരുന്നില്ല. കാരണം നല്ല വെയിലിന്റെ അടിയൊക്കെ ഇങ്ങനെ ചെടിമിക്ക് ഏൽക്കല്ലേ. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ചേട്ടൻ മുളക് നടാനുള്ളൊരു സ്ഥലം റെഡിയാക്കി തന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ പല വീഡിയോയിലും കാട്ടിയിട്ടുണ്ടല്ലോ, എന്താ പറയുക, കുമ്മായിക്കും വെതറി ഒരാഴ്ച ഇടണം, അതേപോലെ ഇട്ട സ്ഥലമാണ്. അപ്പം ഇത്തിരി വേപ്പിമ്പുണ്ടാക്കും കൂടി അതിൻ്റെ മുകളിലൊന്ന് വെതറിട്ട് കൊടുത്തിട്ട് നമുക്ക് മുളകും തൈയാണ് ഞാൻ നടാൻ വിചാരിച്ചു നോക്കണത്. അപ്പം ഇന്ന് നടണില്ല. ഇപ്പം എന്തായാലും ഇത് അങ്ങനെ വെതറി നമ്മളിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെ നടുള്ളൂ കേട്ടാ. ഈ കവറുകളൊക്കെ നമ്മൾ വീണ്ടും കഴുകി ഉപയോഗിക്കൂട്ടാ. പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഒരു തക്കാളി തൈ വാടിയിട്ടായിരുന്നു. എങ്ങനെയാണെന്ന് അറിയില്ല, വാട്ടം വന്നു. അപ്പൊ അതിന്റെ കുറച്ച് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതും കൂടി എടുത്തിട്ട് നേരെ നമ്മുടെ പാചകത്തിലേക്കിട്ടാ. അപ്പൊ നമ്മുടെ കറി വെക്കുന്നതിന് മുന്നായിട്ട് ഞാൻ എൻ്റെ മക്കളെ കാണിച്ചു തരാം കേട്ടാ. അപ്പൊ ക്രിസ്മസിന് വന്നപ്പോ ഞാൻ വേഗം ഒന്ന് പിടിച്ചു വെച്ചതാണ്. കാരണം മൂത്താളുടെ കണ്ണിന് ചെറിയ ഇൻഫെക്ഷൻ ഉണ്ട്. എന്നാലും എന്റെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് അവൻ വീഡിയോയിൽ നിന്നിട്ടുണ്ട്. അപ്പൊ എന്റെ 2 മക്കൾ കേട്ടാ. മൂത്താള് ആര്യൻ ബിടെക്കിന് വിദ്യയിലാണ് പഠിക്കുന്നത്, 3-ാം വർഷം. അർജുൻ 2ാമത്തെ ആള് പെരുമ്പാവൂര്. അർജുനാണ് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നത് കേട്ടാ. അപ്പൊ ക്രിസ്മസ് വെക്കേഷന് എനിക്ക് 2 പേരും ഒരുമിച്ച് കിട്ടി. അപ്പൊ ഞാനൊന്ന് വേഗം തന്നെ അവരെ ഒന്ന് പിടിച്ചു നിർത്തിയതാ. കാരണം 2 പേരും ഒപ്പം നിൽക്കണമെന്നായിരുന്നു എപ്പോഴും പറഞ്ഞിരുന്നു. ഇന്ന് ഞാനുണ്ടല്ലോ ചൂരയായിട്ടാ കറി വെക്കണേ. അപ്പൊ ഈ കറി എനിക്ക് ശരിക്കും പറഞ്ഞു തന്നിട്ടുള്ളത് ചേട്ടനാണ്. കാരണം ചേട്ടൻ കോട്ടയം ഭാഗത്തേക്കും കൂടുതൽ യാത്ര ചെയ്തിരുന്ന സമയം ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ അങ്ങനെ കഴിച്ച് അവിടെ ചോദിച്ചറിഞ്ഞ്, അതായത് കഴിക്കാൻ കിട്ടിയ സ്ഥലത്ത് ചോദിച്ചറിഞ്ഞ് അവിടുന്ന് പറഞ്ഞു തന്ന രീതിയിലാണ് നമ്മൾ ഈ കറി പല വട്ടമായിട്ട് വീട്ടിൽ വെക്കാറുണ്ട്. ഇതിനു വേണ്ടി നമ്മൾ എടുത്തിട്ടുള്ളത് 1 കിലോ ചൂരയാണ്. പിന്നെ എടുത്തിട്ടുള്ളത് ഒരു 14 ചീന്തോളം കുടപ്പുളി ഇട്ടാ. അപ്പൊ ഇതാ നമ്മുടെ കയ്യിലെടുക്കുകയാണെങ്കിൽ ഏതാണ്ട് ഇതാ ഒരു പിടിയോളം, അതായത് ഇതേ ഇപ്പൊ കണ്ട ഇത്രയും കുടപ്പുളി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിലിട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായി തിളപ്പിച്ചെടുക്കണം. അപ്പൊ ഞാനൊരു 3 ഗ്ലാസോളം വെള്ളം നന്നായി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് തീ കത്തിക്കാം. ഈ കുടപ്പുളി ഉണ്ടല്ലോ നന്നായിട്ട് തിളച്ച് ഈ വെള്ളത്തിൽ കിടന്ന് വേവണം കേട്ടാ. അതായത് നമ്മൾ കുടപ്പുളി എടുക്കില്ല, ആ തിളച്ച വെള്ളം ഉണ്ടല്ലോ ആ വെള്ളം മാത്രമാണ് ഈ കറിയിലേക്ക് ഉപയോഗിക്കുക. നമ്മളുണ്ടല്ലോ ഈ കുടപ്പുളിയിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ. ഉപ്പും പൊടിയിൽ വേണം നമ്മുടെ ഈ കുടപ്പുളി നന്നായിട്ട് തിളച്ച് വേവാനായിട്ട്. നമ്മുടെ കുടപ്പുളിയൊക്കെ ഇട്ട് ഇതാ നന്നായിട്ട് തിളച്ച് വെന്തിട്ടുണ്ട് കുടപ്പുളി. അപ്പൊ ഞാൻ ഇതാ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കുണ്ടല്ലോ ഇപ്പുറത്ത് നമ്മുടെ ഇതാ കല അടുപ്പുമ്മ കഴിഞ്ഞിട്ടുണ്ട്. ഈ കല ഉണ്ടല്ലോ ഒന്ന് നന്നായിട്ട് ചൂടാവട്ടെ കേട്ടാ. കലം അല്ലെങ്കിൽ ചട്ടി എന്നും പറയും. ഇങ്ങനെ മീൻ ചട്ടിന്ന് നമ്മള് മീൻ ചട്ടി തന്നെയാണ് പറയാ. അപ്പൊ എനിക്ക് എപ്പോഴും തെറ്റുള്ള ഒരു കാര്യമാണ്. ഞാൻ കലം എപ്പോഴും പറഞ്ഞ് യൂസ് ചെയ്തിട്ട് ആ വാക്കാണ് എപ്പോഴും ഉപയോഗിക്കുന്നത് കേട്ടാ. അപ്പൊ നമ്മുടെ ചട്ടി ഒന്ന് നന്നായിട്ട് ചൂടാവട്ടെ. ചട്ടി നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഒരു 5 ടീസ്പൂണ് വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കണേ കേട്ടാ. ഈ വെളിച്ചെണ്ണ ഉണ്ടല്ലോ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. വെളിച്ചെണ്ണ ഇതാ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ ചട്ടിക്ക് ആവുമ്പോഴേ നന്നായിട്ട് പുകയും. പക്ഷെ ആ പുകച്ചില് നമ്മുടെ വെളിച്ചെണ്ണയ്ക്ക് ചൂടായിട്ടുണ്ടാവില്ല കേട്ടാ.
അപ്പൊ അതാ ഇപ്പൊ ഒരു കടുക് പൊട്ടാനുള്ള നല്ല ചൂടായിട്ടുണ്ട്. അപ്പൊ ഞാൻ അതിലേക്ക് 1 ടീസ്പൂൺ കടുകാണ് ഇട്ട് കൊടുക്കണേ. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞാനൊന്ന് തീ കുറച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതാ 3 പച്ചമുളക് നടുമുറിച്ച് ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ഉണ്ടല്ലോ ഉലുവയാണ് ഇട്ട് കൊടുക്കണേ. 1 ടീസ്പൂൺ ഉലുവയായിട്ട് നമ്മൾ ഇട്ടിട്ടുള്ളത്. 1 തുടം വെളുത്തുള്ളി ചതച്ച് വെക്കണതായിട്ടാ അത് ഇട്ട് കൊടുക്കാം. തീ ഞാനിപ്പോ കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടാ. ചട്ടി ചൂടായ പിന്നെ പെട്ടെന്ന് ചൂട് കുറയൂലേ, അതുകൊണ്ടാണ് നമ്മൾ തീ ചട്ടിയിൽ വെക്കുമ്പോൾ തീ കുറച്ച് വെക്കേണ്ടത് ഈ മസാലകളൊക്കെ ശരിയാക്കുമ്പോ. അപ്പൊ ഇതാ വെളുത്തുള്ളി ഏതാണ്ട് പകുതിയോളം ആയിട്ടുണ്ട്. അതിലേക്ക് അത്യാവശ്യം വലിപ്പമുള്ള ഒരു കഷ്ണം ഇഞ്ചിയാണ്. അതിലെ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞു നോക്കുന്നതാണ്, അത് ഇട്ട് കൊടുക്കണം. ഒപ്പം തന്നെ ഞാൻ അതിലേക്ക് ഉണ്ടല്ലോ ഒരു 3 കതിരി വേപ്പില, ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇങ്ങനെ ആയി വരുമ്പോൾ നല്ലൊരു മണം നമുക്ക് വരും. അപ്പൊ അതായത് ഇതൊക്കെ പാകമായി എന്നുള്ളതാണ്. ഇവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലതായിട്ട് ഇതേ ബ്രൗൺ കളർ പോലെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉണ്ടല്ലോ നമ്മള് മുളക് പൊടി ആയിട്ട് ഇട്ട് കൊടുക്കണേ. അപ്പൊ ഇതാ 1 2 3 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമ്മൾ കാശ്മീരി മുളക് പൊടി, ഇത് കളർ ഉണ്ടാവാൻ വേണ്ടിയിട്ട് എരിവൊന്നും അധികം ഉണ്ടാവില്ല കേട്ടാ. 1 2. ഇനി ഇതിലേക്ക് മഞ്ഞപ്പൊടിയാണ് നമ്മൾ ഇട്ട് കൊടുക്കണേ. മഞ്ഞപ്പൊടി ഇതാ നല്ലോണം 1 ടീസ്പൂൺ, ചെറിയ ടീസ്പൂണാണ്, അപ്പൊ അത് 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ആ മുളകിൻ്റെ ഒക്കെ ഒരു പച്ചക്കുത്തുണ്ടല്ലോ അത് പോണ വരെ നന്നായി ഇളക്കി കൊടുക്കാം. തീ നമ്മളിപ്പോഴും കൂട്ടിയിട്ടില്ല, തീ കുറച്ച് തന്നെയാണ് വെച്ച് നോക്കണത്. ഇതാ മുളകിൻ്റെക്കും ആ പച്ചക്കുത്ത് പോയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളുണ്ടല്ലോ നമ്മള് വേവിച്ച് വെച്ച കുടപ്പുളി വെള്ളം ഉണ്ടല്ലോ അത് ഇതാ അരിച്ചിട്ട് ഒഴിച്ച് കൊടുക്കണം. നമ്മളിപ്പോൾ ഉപ്പും പൊടി ഇടണില്ല, കാരണം നമ്മൾ കുടപ്പുളി വേവിക്കുമ്പോൾ ഇത്തിരി ഉപ്പിട്ടിട്ടാണ് നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പം ഈ ചാറിലൊന്ന് ഉപ്പുണ്ടോ നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ അപ്പം ഇട്ട് കൊടുക്കാം. ചാറിലിപ്പം ഉപ്പും പുളിയും പാകമാണ്. അപ്പം ഞാനിനി മീനൊക്കെ ഇട്ട് വെന്തതിന് ശേഷം നമുക്ക് അപ്പം ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഉപ്പും പൊടിയും. അപ്പം അതാ ഇതിലേക്ക് നമ്മൾ ഈ മീനെ ഇട്ട് കൊടുക്കാം. ഞാൻ എന്താ തീ കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടാ. ഇനി നമുക്ക് ഇതിലേക്ക് ഉണ്ടല്ലോ ഞാൻ 3 കതിരി വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ കാണാൻ എന്ത് ഭംഗിയല്ലേ. ഇതേപോലെ തന്നെയായിട്ട് കറി വെന്ത് വരുമ്പോഴും ഭയങ്കര ടേസ്റ്റാണ്. ഇനി നമുക്കൊന്ന് മൂടി വെച്ച് കളക്കണം. പിന്നെ ഉണ്ടല്ലോ എൻ്റെ ഇപ്പം ഈ ചട്ടിക്ക് നമ്മൾ മേടിക്കാൻ ചെന്നപ്പോൾ ഇതിൻ്റെ കൃത്യ അളവിലുള്ള മൂടി അവർ ഉണ്ടാക്കണില്ലായിരുന്നു. പക്ഷെ നമ്മൾ സ്ഥിരം മേടിക്കുന്ന ഒരു കടയായ കാരണം അവർ നമുക്ക് ഈ ചട്ടിയുടെ പാകത്തിലുള്ള മൂടിയൊക്കെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ തൽക്കാലം ഒരു അലുമിനിയം മൂടി എടുത്തിട്ടാണ് മൂടി വയ്ക്കുന്നത്. അപ്പം അത് കാരണം ചട്ടിയുടെക്കാളും പുറത്തായിട്ടാണ് മൂടി നിൽക്കണേ. പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് ക്രിസ്മസ് ആയിട്ടും നമുക്ക് ഓറഞ്ച് പൊട്ടിക്കാറായിട്ടുണ്ട്. മീൻകറി എവിടെയും തിളയ്ക്കുമ്പോഴേക്കും നമുക്ക് പെട്ടെന്ന് പോയിട്ട് കുറച്ച് ഓറഞ്ച് കൂടി നമ്മുടെ ഒന്ന് പൊട്ടിക്കാം നമുക്ക്. അപ്പൊ നമ്മുടെ അച്ചറിൽ നിൽക്കുന്ന ഓറഞ്ച് ടൈമെന്നാണ് നമ്മളിപ്പോ പൊട്ടിക്കണേ കേട്ടാ. പുറത്തും പൊട്ടിക്കാറായിട്ടുണ്ട്. ഇപ്പൊ നോക്കിയേ താഴെ തന്നെ. അയ്യോ തൊട്ടാപ്പിലേക്ക് വീണ് തുടങ്ങി. താഴത്ത് പൊട്ടിക്കാൻ നല്ലത്. മോളിലാ നിക്കണേ. ഇത് നമുക്കെല്ലാം കൈ എത്തിട്ടാ. പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ ഉള്ളിലേക്ക് നമുക്ക് പോട്ടെ. പിന്നെ ഇപ്പൊ ഇതേപോലെ തന്നെ നമ്മുടെ ചൈനീസ് ഓറഞ്ചും അവിടെ പഴുത്ത് നിൽക്കുന്നുണ്ട്. കണ്ട എന്ത് ഭംഗിയാ. ഈ കളറിൽ കണ്ടിട്ടുണ്ടോ? നല്ല ഭംഗിയാണ്.
അപ്പൊ നമുക്ക് ഇനിയിപ്പോ ഫ്രണ്ടില് ഞാൻ പറഞ്ഞല്ലോ ഓറഞ്ച് പൊട്ടിക്കില്ലാന്ന്, കാരണം നമ്മുടെ മീൻകറി അവിടെ ഇരുന്ന് തളച്ചിട്ടുണ്ട്. അത് പിന്നീട് ഒരു ദിവസം പൊട്ടിക്കാം. അപ്പൊ ഇപ്പൊ കണ്ട നമുക്ക് ക്രിസ്മസ് ആയിട്ട് നമുക്ക് വീട്ടാവശ്യത്തിലുള്ള ഓറഞ്ച് അത്യാവശ്യം കിട്ടുന്നുണ്ട് കേട്ടാ. ഞങ്ങൾ ഇത് പൊട്ടിക്കുമ്പോഴേ ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, നമ്മുടെ കറി ഇവിടെ തളച്ചിട്ട് എന്തായാവോന്ന് നോക്കി നോക്കട്ടെ. കുഴപ്പമൊന്നുമില്ല കേട്ടാ, നന്നായി തളച്ചിട്ടുണ്ട്. ഇപ്പതാ നമുക്ക് ഈ ചട്ടിയിലൊന്ന് ചുറ്റിക്കാം, അതാണ് നല്ലത്. ഇത്തിരും കൂടി നമ്മുടെ ചാറൊക്കെ ഒന്ന് കുറുകണം കേട്ടാ, കാരണം ഒരുവിധം കട്ടിയായിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മുടെ ചട്ടിയിലായ കാരണം ഇരുന്ന് ഒന്നും കൂടി കട്ടിയാവും. എങ്കിലും നമുക്കൊന്ന് തുറന്ന് വെച്ച് ഒന്നും കൂടി ഒന്ന് വറ്റിക്കാം കേട്ടാ. ഇതിന് ഉപ്പുണ്ടോ നോക്കട്ടെ. നല്ല സൂപ്പർ കറി. ചേട്ടന് നമ്മുടെ കറി കഷ്ണം ചാറും ഒപ്പാണ് ഇങ്ങനെ കോരുമ്പോ കണ്ട ഇതേപോലെ ആയിരിക്കണം നമ്മുടെ കറി കിട്ടാ. നമ്മുടെ കയ്യിൽ വെക്കും കണ്ട ചാറെടുക്കുമ്പോ നല്ല കട്ടിയില്. അപ്പൊ ഇനി ഇത് നമ്മുടെ ചട്ടിയിലിരുന്ന് ഒന്നും കൂടി അതൊന്ന് ചെറുതായിട്ടൊന്ന് വച്ചു. അപ്പൊ ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര എളുപ്പത്തിൽ വെക്കാൻ പറ്റുന്ന ഒരു കറി. സബോള, തക്കാളി, ഇങ്ങനെയുള്ള പച്ചമുളക് ഇതൊന്നും നമ്മൾ ഈ കറിയിൽ ഉപയോഗിക്കില്ല. അത് മാത്രല്ല ഒരു 3 ദിവസമൊക്കെയും ഇതേപോലെ തന്നെ കറി കേടാവാതെ പുറത്ത് വെക്കാനും പറ്റൂട്ടെ നമുക്ക്. അപ്പൊ ഇനി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ചേട്ടനെ വിളിക്കട്ടെ. ആദ്യം ചോറും മീൻകറി എടുക്കാം അല്ലേ? കണ്ട അതന്നെ ഇത് നമ്മള് ഒരു ഭംഗിക്ക് കൂടുതൽ ഒഴിക്കണമെന്നുള്ളോട്ടാ. ഇത് പറയേണ്ട കാര്യമില്ല, അത്ര രസം. ഒരു കുറച്ച് മതി ഇതിന്, ഒരു കിണ്ണം ചോറിനെങ്കിൽ കുറച്ച് പോരാ. ഈ കറി മതി. നമുക്കിങ്ങനെ തൊട്ട് നോക്കിയിട്ട് കഴിക്കാം. നമ്മൾ അച്ചാറൊക്കെ തൊട്ട് നോക്കാം, പക്ഷെ ഈ മീൻകറി ഇങ്ങനെ ചാറ് തൊട്ട് കഴിക്കാം. ഇത് തണുക്കുന്നോറില്ലേ, തണുക്കുന്നോറ് രുചി കൂടും. നാളേക്കൊക്കെ ഭയങ്കര ഭയങ്കര രുചി. അത് എപ്പോഴും തലേ ദിവസം വെച്ചേക്കുന്നതാണ് എനിക്ക് നല്ലത്. അപ്പൊ പിറ്റേ നല്ല രസം, അടിപൊളിയാ. ഇത് പറയേണ്ട കാര്യമില്ല. ഇത് നമ്മളെ സ്ഥിരം യാത്ര ചെയ്യുമ്പോ കോട്ടയം ആവശ്യങ്ങളൊക്കെ കഴിക്കാറുള്ളതാണ്. അത്ര രുചിയാണ്. പിന്നെ നമ്മുടെ ഓറഞ്ച് നമുക്കറിയാം, കുറേ പേർക്ക് ഓറഞ്ച് പൊളിച്ച് നമ്മൾ കഴിക്കുന്നതൊക്കെ കാണിച്ചിട്ടുണ്ട്. എന്നാലും നമുക്കറിയാം കുറേ പേര് നമ്മുടെ ഇപ്പോഴും പുതിയത് വരുന്ന കുറേ പേരുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിന്ന് ഓറഞ്ച് പൊട്ടിച്ചതും ദൈവം പൊളിച്ച് കാട്ടിത്തരാട്ട്. അതിന്റെ ഉള്ളിലൊക്കെ എങ്ങനെ ഇരിക്കുന്നത് നമ്മുടെ സാധാരണ ഓറഞ്ചിന്റെ പോലെ തന്നെ നമുക്കിത് ഇങ്ങനെ അടർത്തൊക്കെ എടുക്കണ്ട. കുഞ്ഞല്ലി വരിയുണ്ട് പറഞ്ഞ വെച്ചേറ്റ ഷൈൻ്റെ വായല്. പറയേണ്ട കാര്യമില്ലോ, പലവട്ടം നമ്മളിത് കാട്ടിയിട്ടുള്ളതാട്ടാ. നിർത്തില്ലേ. അപ്പൊ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട്